ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രെയിൻ സാപ്പ് എന്ന അവസ്ഥയെ പറ്റിയിട്ടാണ്. ഈ വീഡിയോ ഞാൻ ഒരു ബ്രെയിൻ സാപ്പ് എന്നതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് അയച്ച കമന്റ് ആണ് ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ എടുക്കാം എന്ന് എന്നെ പ്രേരിപ്പിക്കാനുള്ള ഘടകം. കാരണം എനിക്ക് തോന്നുന്നു ആ സുഹൃത്ത് ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് അതിനെ പറ്റിയിട്ട് മരുന്നുകളെ പറ്റിയിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. മേ ബി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് കരുതിയത്. സോ ആ സുഹൃത്ത് അയച്ച കമന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പ്ലീസ് don't use addictive medicines. Try to be happy ourselves. Avoid doctors as far as possible you can. ഇതായിരുന്നു ആ കമന്റ്. അപ്പൊ ഇതിനകത്തെ ഫസ്റ്റ് ലൈനാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹം, അതായത് അഡിക്റ്റീവ് മെഡിസിൻസ് എന്നുള്ളത്. സോ ഈ ബ്രെയിൻ സാപ്പ് എന്ന അവസ്ഥ നമ്മുടെ തലച്ചോറിൽ ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, ഒരു ഫീൽ ഉണ്ടാവുന്ന 1-2 സെക്കൻഡ് ആ ഒരു ഫീൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ബ്രെയിൻ സാപ്പ് എന്ന് പറയുന്നത്. ഇത് ആന്റി ഡിപ്രസൻസ് ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ പെട്ടെന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അതായത് ആന്റി ഡിപ്രസൻ ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം അതിനകത്ത് പെടുന്ന ഒരവസ്ഥയാണ് ബ്രെയിൻ സാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആന്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന മരുന്ന് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാവുന്ന മരുന്നല്ല എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ബെൻസോഡയസെപിൻ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ മാത്രമാണ് നമുക്ക് അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത. അതും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം 1-2 മാസം മാത്രം ഉപയോഗിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മരുന്നുകൾ കുറച്ച് നിർത്തുകയാണെങ്കിൽ ഒരിക്കലും അത് അഡിക്ഷനിലേക്ക് പോവുകയുമില്ല എന്നുള്ളതാണ് സത്യം. സോ മറ്റുള്ള മരുന്നുകൾ ലൈക്ക് ആന്റി ഡിപ്രസൻസ് ആയിക്കോട്ടെ, ആന്റി സൈക്കോട്ടിക്സ് ആയിക്കോട്ടെ, മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയിക്കോട്ടെ, അവയൊന്നും നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളല്ല. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം, അതായത് ആന്റി ഡിപ്രസൻ ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഈ ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോമിനകത്ത് വരുന്ന ലക്ഷണങ്ങളും എന്തുകൊണ്ടാണ് അതും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ഈ സുഹൃത്ത് അയച്ച ഈ ഒരു ഫസ്റ്റ് ലൈൻ, അതായത് പ്ലീസ് ഡോണ്ട് യൂസ് അഡിക്റ്റീവ് മെഡിസിൻസ്, അപ്പൊ ആന്റി ഡിപ്രസൻസ് ഒരു അഡിക്റ്റീവ് മെഡിസിൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രൈ ടു ബി ഹാപ്പി അവേഴ്സെൽസ്, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സെൽഫ് കെയർ, അതുപോലെ മീ ടൈം, എല്ലാം നമ്മുടെ സെൽഫ് കെയർ റുട്ടീനൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇതൊക്കെ ചെയ്താലും ചിലർക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരും, ചിലർക്ക് അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ നമുക്ക് സ്വയം പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമുക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെയും സുഹൃത്തുക്കളൊക്കെ സഹായം തേടിയിട്ടും നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് നമ്മൾ എല്ലാം തന്നെ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പല അസുഖങ്ങളും നമുക്ക് സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കുന്നവയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ മടി കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഈ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം, അതായത് ആന്റി ഡിപ്രസൻ ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോമിനെ പറ്റി പറയുവാണെങ്കിൽ 2018 പുറത്തിറങ്ങിയ ഒരു പഠനത്തിൽ തെളിഞ്ഞത് 20% ആന്റി ഡിപ്രസൻസ് ഉപയോഗിച്ച് നിർത്തിയവരിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി പറയുന്നുണ്ട്, ഇതുണ്ടാവാൻ ഉള്ള ഒരു കാരണം കൂടി പറയുന്നുണ്ട്. അതായത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് അബ്രപ്റ്റ്ലി മരുന്നുകൾ നിർത്തുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. സോ എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ വീഡിയോസിലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ, അതിന്റെ ആവശ്യകതയും ഒക്കെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാര്യമാണ് ഈ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം ഉണ്ടാവാതെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് സേഫ് ആയിട്ട് ഈ മരുന്നുകൾ നിർത്താനായിട്ട് സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ടേപ്പർ ചെയ്ത് 6 മുതൽ 8 ആഴ്ച കാലം കൊണ്ടാണ് ആന്റി ഡിപ്രസൻസ് നിർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ 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 കുറവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിന്റെ കാരണം എന്താണ്, ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം?
അത് 2018 പുറത്തിറങ്ങിയ ഒരു പഠനത്തിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ തലച്ചോറിലെ സെറട്ടോണിൻ റിസപ്റ്റേഴ്സിൽ വരുന്ന ഓൾട്ടറേഷനും അത് കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന വ്യതിയാനങ്ങളുമാണ് ഈ ഒരു സെറട്ടോണിൻ ആന്റി ഡിപ്രസന്റ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ആന്റി ഡിപ്രസന്റ് ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത്? ആന്റി ഡിപ്രസൻസ് നിർത്തിയിട്ട് അബ്രപ്റ്റ്ലി നിർത്തിയതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷമായിരിക്കും ഈ സിംറ്റംസ് നമുക്ക് ഉണ്ടാവുക. ബ്രെയിൻ സാപ്പ് അതൊരു പ്രധാന ലക്ഷണമാണ്. അത് തലച്ചോറിൽ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. 1-2 സെക്കൻഡ് ഒക്കെ അത് നീണ്ടു നിൽക്കുള്ളൂ. ചിലർക്ക് അത് ടിംഗ്ലിംഗ് ആയിട്ടും നംനെസ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യും. ചിലർക്ക് ചെവിയിൽ ഒരു ബസ്സിംഗ് സൗണ്ട് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം കൂടെ ഒരു ചുരുക്കപ്പേരിലാണ് നമ്മൾ ബ്രെയിൻ സാപ്പ് എന്ന് വിളിക്കുന്നത്. മറ്റു ലക്ഷണങ്ങളും കാണാൻ സാധിക്കും. അതായത് ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, നമുക്ക് ബോഡി ഏക്ക് ഉണ്ടാവാം, ഹെഡ് ഏക്ക് ഉണ്ടാവാം, നമ്മുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരാം. അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി, ആങ്കർ ഔട്ട്ബേസ്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോസിയ, വോമിറ്റിംഗ്, ഓക്കാനവും ഛർദിയും ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അജിറ്റേഷൻ, അതുപോലെ ഉത്കണ്ഠ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിന്റെ ഭാഗമായി, ടിംഗ്ലിംഗ് ആൻഡ് നംനെസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ സിൻഡ്രോമിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചെറിയ രീതിയിൽ മാത്രം ഡോസ് കുറച്ച് കൊണ്ടുവന്ന് ഒരു 6 to 8 വീക്സിനുള്ളിൽ മാത്രം മരുന്ന് നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അബ്രപ്റ്റ്ലി ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ടേപ്പർ ചെയ്ത് നിർത്തരുത്. ഒരു 6 to 8 വീക്സ് കൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള നോളജ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും ഫസ്റ്റ് റിയഷ്യൂർ യുവർ സെൽഫ്. ഇതുണ്ടായാൽ തന്നെ ഇത് നമുക്ക് ശാരീരികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്ന, നമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. ഇത് 1 or 2 വീക്സിനുള്ളിൽ ഇത് തന്നെ മാറിക്കോളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ദാറ്റ് നമ്മൾ മരുന്നുകൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യില്ല. അതാണ് ഇത് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് നമ്മളുടെ സെൽഫ് കെയർ റുട്ടീൻസ് കറക്റ്റ് ആക്കുക. ഉറക്കം, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ വ്യായാമം, ഇതെല്ലാം നമ്മുടെ റുട്ടീന്റെ ഭാഗമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമുക്കിത് വരാതിരിക്കാനായിട്ട് സാധിക്കും. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഇത് ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ റിയഷ്യൂർ യുവർ സെൽഫ് ദാറ്റ് ഇത് നമുക്ക് ഒരു ഡേഞ്ചറും ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇത് 1-2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ടിങ് ഡോക്ടറിനെ കാണുകയും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്യുക. സോ അതിന്റെ റെമഡിയൽ മെഷേഴ്സ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ മരുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡോക്ടർ നിങ്ങളോട് പറയും. യൂഷ്വലി ചെയ്യുക കുറച്ചും കൂടെ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഡ്രഗ്, അതായത് സിവിയർ ആയിട്ടുണ്ട്, 1-2 ആഴ്ചക്കുള്ളിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ആവശ്യമായിട്ട് വരാറുള്ളൂ. അത് ഒരു ലോങ് ആക്ടിങ് ഡ്രഗ് തുടങ്ങിയിട്ട് പതുക്കെ അത് നമുക്ക് ടേപ്പർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് എഴുതുക. സംശയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ കൺസൾട്ടേഷൻ അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ആ ആളുടെ അവസ്ഥയെ പറ്റിയിട്ട് ഒരു കമന്റ് പറയണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ അവസ്ഥയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് നമുക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ മെസ്സേജസ് വഴിയോ കമന്റ്സ് വഴിയോ സാധിക്കില്ല. ഇതും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ വീണ്ടും അങ്ങനത്തെ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടി ഏറ്റവും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.